ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയേ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇഞ്ചി, തക്കാളി, ഒരു നാരങ്ങ, കുറച്ച് പഞ്ചസാര, പിന്നെ മിൻറ്റ് ലീഫ്, അതുപോലെ തന്നെ കറുവപ്പട്ട, ഒരു പച്ചമുളക്. മുളക് വലിയ എരിവില്ലാത്ത കാരണം ഒരെണ്ണം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കഷ്ണം ഇട്ടാൽ മതി. വലിയ എരിവൊന്നും കൂടിയാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്തെടുത്തപ്പോഴല്ലേ അതിൽ പുളി കുറവാണെന്ന് തോന്നിയ കാരണം തന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല പാകത്തിനുള്ള ടേസ്റ്റായി. അങ്ങനെ ഫൈനലി നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടാ. ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തക്കാളി ആഡ് ചെയ്തതെന്ന് വെച്ചാൽ, തക്കാളി ഇപ്പോൾ നല്ല വില കുറവ്. പിന്നെ അത് കൂടാണ്ട് പിള്ളേർക്കൊക്കെ കഴിക്കാൻ മടിയുള്ളൊരു സാധനമാണല്ലോ. പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു തക്കാളി തന്നെയൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മുറിച്ച്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മമാർ പഞ്ചസാരയൊക്കെ ഇട്ട് തരാമല്ലോ, അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ സാധനം അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ മുന്തിരി ജ്യൂസിൻ്റെ കൂടെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ചോളൂ അവർ. അത് കാരണം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമായി എനിക്ക്, നല്ല രസമുണ്ട്. പിന്നെ കറുവപ്പട്ടയും പിന്നെ എന്താ പറയുക, ഇഞ്ചി, ആ മുളകൊക്കെ ഇടുന്ന കാരണം ഒരു ചെറിയൊരു എരിവിൻ്റെ ഒരു രസമൊക്കെ ഉള്ള കാരണം നല്ല രസമുണ്ട്. കറുവപ്പട്ടയുടെ കാരണം ഒരു പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.